ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ മലയാതോമിൽ നിന്ന് നേരെ ജെറുസലേമിലേക്ക് പിടിക്കും കേട്ടോ. തേർഡ് ജോബ് എൻ്റെ അവിടെയാണ്. എൻ്റെ എംപ്ലോയർ ഒരു ഇമയാണ്. പുള്ളിക്കാരി ഇപ്പോൾ 3 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് പുള്ളിക്കാരി വീട്ടിലേക്ക് പോകുന്നത് വരെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ഉണ്ടാകും. അപ്പോൾ ഹോസ്പിറ്റലിനടുത്ത് തന്നെ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് തന്നിട്ടുണ്ട് സ്റ്റേ ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ഒരു ശ്രീലങ്കൻ പെൺകുട്ടിയുണ്ട്. പുള്ളിക്കാരിയുടെ ജോബാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്. അവിടെ ഇരുന്നാൽ മതി. ഹോസ്പിറ്റൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിലെ നേഴ്സുമാരുടെ കൂട്ടുള്ള ജോലിയല്ല കേട്ടോ. നമ്മൾ ഒരു എംപ്ലോയറിൻ്റെ കൂടെ കൂട്ടിനിരിക്കുക, അത്രേ ഉള്ളൂ. മുടിഞ്ഞ തണുപ്പായിരിക്കും കേട്ടോ ഹോസ്പിറ്റലിനുള്ളിൽ. നമ്മൾ 5 മിനിറ്റിന് 10 മിനിറ്റിന് വേണ്ടിയിട്ട് എന്തായാലും ഇരിക്കാൻ പോകുന്നത്. ഇനി എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ കേട്ടോ. അതുവരെ ഇരിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഞാൻ പോകുന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഇതാകുമ്പോൾ അത്യാവശ്യം പിടിച്ചേക്കും. പിന്നെ ചെറിയൊരു ജാക്കറ്റ് ഉണ്ട്. ഞാൻ പോകുന്ന വഴിയൊക്കെ കാണിച്ചു തരാവേ. ടൈമായി ഡേറ്റ് 6 മണിക്ക് പോകണ്ടേ. ഇപ്പോൾ 6:05 ആയിട്ടുണ്ട്. എനിക്ക് രാവിലെ എഴുന്നേക്കുന്ന പരിപാടി എനിക്കിഷ്ടമല്ലാത്ത. പിന്നെ എന്ത് ചെയ്യാനാ, അറിയാതെ വിട്ടുപോയത് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ലല്ലോ നടക്കുന്നില്ല ലൈഫിൽ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരുമെന്ന്. ഹോസ്പിറ്റലിൽ നമുക്ക് കോഫിയൊക്കെ ഉണ്ട് കേട്ടോ, കഫേ ഉണ്ട്. പിന്നെ അമ്മച്ചിക്ക് കിട്ടുന്ന ഫുഡ് കഴിക്കാം, പക്ഷെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ പീത്ത എടുക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പീത്ത. ഇത് ഗോതമ്പിൻ്റെ ആണ്. എനിക്കിതാ ഇഷ്ടം. എനിക്ക് പീത്ത ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. ആദ്യമേ ഇതിങ്ങനെ പുരട്ടും. ഇത് ഇവിടുത്തെ ഹൽവ എന്ന് പറയും കേട്ടോ. ഇത് കുറച്ച് ഇതിൽ ഇങ്ങനെ പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മുമ്പേ കാണിച്ച ഇതിങ്ങനെ തേച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണേ. പിന്നെ ഒരു നെസ്കഫേ, തൃപ്തി. ടൈമായി. ഇതൊക്കെ എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം. നമ്മുടെ കെയർ ഗീവർ ജോബൊക്കെ ആണെങ്കിൽ അവിടെ തന്നെ അല്ലേ, എഴുന്നേക്കുന്നത് നിൽക്കുന്ന എല്ലാം അവിടെ തന്നെ. പക്ഷെ ഇതങ്ങനെ അല്ലല്ലോ. സമ്മതിക്കണം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പിള്ളേരുടെയൊക്കെ കാര്യം നോക്കി ചില അമ്മമാരൊക്കെ ജോലിക്ക് പോകത്തില്ലേ നേരം വെളുത്തുമ്പോഴേ. അതൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എനിക്കൊരു 8 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങി സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ജോബാണ് ഇഷ്ടം. ആ ഒരു കാര്യത്തിൽ ഇസ്രായേലിലെ ജോബ് കൊള്ളാം കേട്ടോ. ചില ജോബുകളിലൊക്കെ ഉള്ളൂ നേരത്തെ എഴുന്നേക്കേണ്ടി വരുന്നത്. ഞാൻ ചെയ്ത റിലീവർ ഡ്യൂട്ടിയിലെ 2 ജോലി. ഫസ്റ്റ് ജോബ് 8:30 എഴുന്നേറ്റാൽ മതിയായിരുന്നു. സെക്കൻഡ് ജോബ് 9 o'clock എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഈ ജോബ് അങ്ങനെ തന്നെ 9 o'clock. അതുകൊണ്ടാണ് ഞാൻ ഇത് ചാടി പിടിച്ചേട്ടോ. പക്ഷെ എന്താ ചെയ്യാനാ, ദൈവം വിചാരിച്ചാണ് നീ അങ്ങനെ അങ്ങ് തോന്നിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരവസ്ഥ വന്നു. അമ്മച്ചി ഹോസ്പിറ്റലിലായി. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഏറ്റല്ലേ. എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ റിവ്യൂവർമാർ പറ്റിച്ചു എന്നുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ കുറേ അത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് താല്പര്യമില്ല. ഞാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആ പാവം പിടിച്ച് വെച്ചു ഒരു ശ്രീലങ്കക്കാരി കേട്ടോ. അത് നാട്ടിൽ പോയിട്ട് വരട്ടെ. 1-2 വർഷമായി നാട്ടിൽ പോയിട്ട്. പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ് ഹോസ്പിറ്റലിലായി അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും മടിച്ചേട്ടാ. എന്നിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ പോരല്ല, എനിക്ക് നാട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ഒന്നും ഓർത്തിട്ടായിരുന്നു വന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നില്ല. ഇത് നമുക്ക് പൊതിഞ്ഞ് കെട്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അവിടെ പോയി കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴേ കഴിക്കാൻ മതി. ഇപ്പോൾ 6:30 ആവുന്നേ ഉള്ളൂ. ഇപ്പം വിശപ്പില്ല. അവിടെ ചെന്നിട്ട് കഴിക്കാം. ഈ പേപ്പറൊന്നും ഇല്ലല്ലോ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ. ഉള്ളത് കൊണ്ടാവണം പോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിലൊക്കെ പൊതിഞ്ഞെടുക്കാം. അതേ ഉള്ളൂ വഴി.
നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. താഴത്തെ ഫ്ലോറിലാണ് കഫേയൊക്കെ കേട്ടോ. അതിനുള്ള ടൈമില്ല, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കഫേ കുടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം കേട്ടോ. എന്തൊക്കെ അനുഭവിക്കണം, ഒന്ന് ജീവിക്കണമെങ്കിൽ. ഓ, ഇത് ജാക്കറ്റും വെള്ളമാണ് കേട്ടോ. ഇതൊന്നും വരാത്ത ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാം. ഒരു വെട്ടമില്ലാത്ത സ്ഥലത്തുകൊണ്ട് കണ്ണാടി വെച്ചിരിക്കുമല്ലോ. അപ്പോൾ ചാവിയൊക്കെ മേളിൽ കൊണ്ട് തൂക്കിയിട്ടിട്ട് വേണം പോകാൻ കേട്ടോ. ഏതാണ് ആദ്യം തുറക്കുന്നത്? തുറക്കൂ. ഇത് തുറക്കത്തില്ലയോ? ഓ, ഇത് ശബാത്തായോണ്ടാണോ? ശബാത്തിൽ മാത്രം വർക്കിംഗ് ആവുന്ന ലിഫ്റ്റാണ് കേട്ടോ ഇത്. മറ്റേ ലിഫ്റ്റ് പ്രവർത്തനരഹിതമാണ്. ഇന്നലെ നൈറ്റ് പക്ഷേ വർക്കിംഗ് ആയിരുന്നു. നമുക്ക് പോകേണ്ടത് 1ലേക്കാണ്. കവറൊക്കെ പിടിച്ച് കുറച്ച് ബോറല്ലേ, കുഴപ്പമില്ല. വഴിയൊക്കെ രാവിലെ തെറ്റുവാണല്ലോ ഈശ്വര. 201 നമ്പർ എവിടെ? അവിടെ തന്നെ നമ്മുടെ ചാവി തൂക്കിയിടണം കേട്ടോ. ഇവിടുന്ന് തന്നെ ബസ്സും മെട്രോയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മളിത് 2ലല്ല പോകുന്നത്. നമ്മൾ പോകുന്നത് നടരാജവണ്ടി. എല്ലാവർക്കും അറിയാവോ? പണ്ട് വെളുപ്പിന് എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന ഓർമ്മയുണ്ട് എനിക്ക് നടരാജവണ്ടിയിൽ. രാവിലെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുന്നതാണ്. എന്ത് ഭംഗിയാണ്. ഇതേ അഴുത്തം ഇതേ അணைப்பு வாழ்வின் எல்லை வரை வேண்டும் வாழ்வின் எல்லை வரை வேண்டுமே. രാവിലത്തെ വെയിൽ കൊള്ളുന്നല്ലേ അല്ലേ, അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ആറ് മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. ഇപ്പോൾ 6 ആവാറായി. എങ്കിലും സാരമില്ല. 6 ആകുമ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് കയറി. പിന്നെ 8 മണിയാകുമ്പോഴാണ് പുള്ളിക്കാരി ഇറങ്ങുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സ്ത്രീലംഗം പെൺകുട്ടിയാണെന്ന്. പുള്ളിക്കാരി നാട്ടിലേക്ക് പോകുന്നത് മൺഡേ. ഇന്ന് സാറ്റർഡേ കേട്ടോ. അതുവരെ പുള്ളിക്കാരി എൻ്റെ കൂടെ കാണും. 8 മണിയൊക്കെ ആകുമ്പോൾ പുള്ളിക്കാരി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകും കേട്ടോ. അത് കഴിഞ്ഞ് 12 o'clock ആകുമ്പോൾ ഫാമിലി ആരെങ്കിലും വരുമ്പോൾ എനിക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ റെസ്റ്റ് എടുക്കാം. അതുവരെ ഉള്ളൂ ഇന്നത്തെ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് നൈറ്റാണ് 10 o'clock തൊട്ട് ഇതേപോലെ തന്നെ മോർണിംഗ് 8 o'clock വരെ.
വേണ്ട കേട്ടോ. ഇന്നലെ വന്നപ്പോൾ ഇവിടെ ഫുൾ ആൾക്കാരായിരുന്നു. ഒന്നും ഇറക്കിയല്ലേ എൻ്റെ ദൈവമേ, നമ്മളെങ്ങനെ പോകും? ഓ, ഇതുവഴി പോണോ? ഞാൻ വീഡിയോ എടുക്കുന്ന എന്നും ഇതേപോലെ ശബാത്തിന്, അതാ ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അയ്യോ, നമുക്ക് പോകേണ്ട 6th ഫ്ലോറിലാണ്. 5 ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി കയറണം. അങ്ങനെ 6th ഫ്ലോർ ആയിട്ടുണ്ട്. ഞാൻ വന്നപ്പോൾ ഇവിടെ കുറ്റാക്ക് പോയി ഇട്ടോ. എല്ലാവരും കൂടെ ഉറങ്ങുക. അമ്മച്ചി ഉറങ്ങുക, പുള്ളിക്കാരി ഉറങ്ങുമായിരുന്നു കേട്ടോ. പുള്ളിക്കാരി കന്നവിട്ട് ഇങ്ങനെ 12 മണി വരെ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഈ ചെയറിൽ. അതാണ് നമ്മുടെ ഡ്യൂട്ടി. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അമ്മച്ചിക്ക് കപ്പയും കൂടെ വേണമെങ്കിൽ എടുത്തുകൊണ്ട് കൊടുക്കണം, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നേഴ്സുമാരെ നോക്കുന്നത്. ചില ഹോസ്പിറ്റൽ ഡ്യൂട്ടിയിലൊക്കെ സിസ്റ്റർമാർക്ക് ഇച്ചിരി അസൂയ തോന്നിയിട്ട് നമ്മളെ അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. പക്ഷേ ഇന്ന് വലിയ കുഴപ്പമില്ല. ഓരോ മനുഷ്യർക്ക് ഓരോ ക്യാരക്ടർ എന്ന് പറഞ്ഞ പോലെ ഇവിടുത്തെ സിസ്റ്റർമാർക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ സുഖമായിട്ടിരുന്നാൽ മതി. പക്ഷേ ഇരിക്കുന്നുണ്ടല്ലോ 1 hour 2 hour ഒക്കെ ഇങ്ങനെ ഇരിക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എരിപിരി ഉത്തൊക്കെ തോന്നും. പക്ഷെ ഇവിടെ ഇത് പറ്റും. അതാണ് പ്രശ്നം. ഇന്നലെ ആണെങ്കിൽ അമ്മച്ചി ഉറങ്ങിയതേ ഇല്ല കേട്ടോ. നൈറ്റ് പുള്ളിക്കാരി ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് 8 o'clock ആയിട്ടോ പുള്ളിക്കാരി പോയി. ഇനി ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. ഒരു കഫേ കുടിക്കാമെന്നും പറഞ്ഞ് പോയി നോക്കിയപ്പോൾ അവിടെ ഷുഗറും കോഫി പൗഡറൊക്കെ തീർന്നിരിക്കുന്നു. ഇനി ആരെങ്കിലും നമ്മളത് വീണ്ടും ഫില്ല് ചെയ്യണം. ഒരു കോമൺ ആയിട്ടുള്ള ഒരിതാണ് കോഫിയൊക്കെ എടുക്കുന്ന ഒരു പ്ലേസ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഷുഗറും കപ്പയുടെ തേയിലയുടെ ഇതും എല്ലാ സാധനങ്ങളും റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമുക്കിനി കോഫി കുടിക്കാൻ പറ്റും. ഞാനിത് ഒരു 7:30 ഞാനല്ലെങ്കിൽ ഒരു 8:30 ഒക്കെ ആകുമ്പോഴാണ് കോഫി ഒക്കെ കുടിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം. ഈ കപ്പ എടുത്തോണ്ട് വരാം. ഓക്കെ, താങ്ക് യു. வானம் முடியுமிடம் நீதானே, காற்றை போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பில் ஊறும் உயிரே, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேடல் என்ன தாயே, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேடல் என்ன தாயே. അപ്പോൾ 2 o'clock ആയതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഭയങ്കര സൗണ്ടാണല്ലോ. ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി 6 o'clock ആകുമ്പോൾ മറ്റേ പുള്ളിക്കാരി ശ്രീലങ്ക. പുള്ളിക്കാരിയുടെ പേര് ഇഷാനി എന്നാണ് കേട്ടോ. ഇവിടെയും ബുള്ളറ്റ് ഭ്രാന്തന്മാരുണ്ട് ഒരുപാട്. അപ്പോൾ ഇനി കുറച്ച് റെസ്റ്റ് എടുക്കണം. ഫാമിലി ഞങ്ങൾക്ക് 2 പേർക്കുള്ള ഫുഡൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അവർക്കും കൊടുത്ത് കഴിക്കണം. റൂമിൽ ചെന്ന് ഇവിടാണ് നമ്മുടെ റൂം കേട്ടോ. ആദ്യം തുറന്നു കേട്ടോ. അവളിവിടെ ഇല്ല കേട്ടോ. ചാവിയൊക്കെ മേളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒന്നും പുള്ളിക്കാരി ഇല്ല കേട്ടോ. എവിടെ പോയോ എന്തോ. ഷാനിക്കുട്ടി എവിടെ പോയി? ഞാൻ ഒറ്റയ്ക്കായേ. ആ കുട്ടി ഇനി എപ്പം വരുമെന്ന് അറിയില്ല. എനിക്ക് എന്താ നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ പോകാം കേട്ടോ. ഞാനിവിടുത്തെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുണ്ട് 2 ബെഡ്. പുള്ളിക്കാരി അവിടെയാണ് കിടക്കുന്നത്. ഇത്രയും സെറ്റപ്പാണ് ഇതിലുള്ളത്. അമ്മച്ചി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവരെ നമ്മൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് സ്റ്റേ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇതാകുമ്പോഴേ ഞാനിവിടെ കിടക്കാത്ത എന്താണെന്ന്, ഇതങ്ങ് ഒത്തിരി ഇടുങ്ങിയ റൂം കേട്ടോ. ഇതാകുമ്പോൾ നല്ല വിശാലമായിട്ട്. അപ്പോൾ നമുക്ക് കഴിച്ചാലോ? എന്തൊക്കെയാണ് അറിയത്തില്ല. ഇസ്രായേലി ഫുഡ് കേട്ടോ.
ഇതൊക്കെ എന്തൊരു കുന്താണോ എന്തോ ഈ ഓരോന്നൊക്കെ വീഴുന്നു. ഇത് കണ്ടോ ഗൈസ്, ചിക്കനൊക്കെ തൊലി കളയാതെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസ്, ക്യാരറ്റ്, ഇതാണ് കഴിക്കാൻ പോകുന്നത്. സത്യം പറയാമല്ലോ, കൊള്ളൂല്ല. ഉപ്പുമില്ല, എരിവുമില്ല, ഒന്നുമില്ല. പുഴുങ്ങി വെച്ചേക്കുക. റൈസിന് ഉപ്പില്ല, നമ്മുടെ ക്യാരറ്റിന് ഉപ്പില്ല, ചിക്കന് കുറച്ച് ഉപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇന്നലെ ഞാനാണെങ്കിൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് അങ്ങ് പോയി കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ എനിക്കങ്ങ് ചോറ് കഴിക്കാൻ കൊതിയായി, നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ കൊതിയായിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അധികം കറിയൊന്നും ഇന്നലെ ഇല്ലായിരുന്നു, എനിക്ക് ഭാഗ്യമില്ലായിരുന്നു കേട്ടോ. ഇന്നലെ എന്തുമായിരുന്നു, ചോറ്, മോരുകറി, പിന്നെ തോരൻ, ഇത്രയേ ഉള്ളായിരുന്നു. എന്നാലും അത് കഴിച്ചപ്പോഴൊരു ആശ്വാസം കേട്ടോ. പിന്നെ കഴിക്കാം, ഇപ്പം തോന്നുന്നില്ല, ഉള്ള വിശപ്പും പോയി. ഇതെന്ത് കുന്തപ്രണ്ടിയാ നോക്കാമേ. 2 എണ്ണം ഉണ്ട്, ഇതാക്കി വെക്കാം. ഈ സംഭവം അറിയാം. കുറേ പച്ചക്കറികളെല്ലാം നുറുക്കിയിട്ട് കുറേ പയറും പിന്നെ ചിക്കൻ ഇടും, പിന്നെ മട്ടനൊക്കെ ഇടുമെന്ന് തോന്നുന്നു. കുറേ എന്താ പറയുക, എല്ലാം കൂടി അവയിൽ പരുവത്തിലായ സംഭവം ഇട്ടത്. എൻ്റെ പേര് ഞാൻ അറിയാമായിരുന്നെല്ലാം മറന്നുപോയി. കുഴപ്പമില്ല. ഇസ്രായേലി ഫുഡ് കഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് വണ്ണം കുറയും കേട്ടോ. കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിക്കും, അപ്പോൾ തന്നെയും വണ്ണം കുറയും. ഡയറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയം ഞാൻ വീട്ടിലായിരുന്നെങ്കിലുണ്ടല്ലോ, ഒരു പ്ലേറ്റ് ചോറും 1 പ്ലേറ്റ് കറികളും എല്ലാം കൂടെ കടിച്ചു പിരിക്കുക. എന്നിട്ട് വീണ്ടും ഓർക്കും, പിന്നെയും തികയത്തില്ല, പിന്നെയും എടുത്ത് കഴിക്കും, വീണ്ടും കഴിക്കും. അപ്പോഴത്തേക്ക് വണ്ണം വെക്കും. വെക്കേഷൻ ആകുമ്പോൾ എനിക്ക് 1 വീക്ക് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വണ്ണം വെക്കും. അമ്മാതിരി കഴിക്കുന്നത്. വെകിളി പിടിച്ച് പിള്ളേർ ചക്കക്കൂട്ടം കണ്ടോല്ലോ ഇന്ത്യൻ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക്. പിന്നെ കഴിഞ്ഞ ജോബിനൊക്കെ ഇവിടെയും ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലായതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ കേട്ടോ. അല്ലെങ്കിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുഡ് മണി ഇരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ടാക്കി ആവശ്യമായിട്ട് കഴിക്കാം. കഴിഞ്ഞ 2 ജോബിനും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വണ്ണമെന്ന് പറഞ്ഞിട്ടില്ല നാട്ടിൽ നിന്നിട്ട്. പക്ഷെ ഇങ്ങനെ അങ്ങ് ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയിട്ട് പോവുകയാണെങ്കിൽ സ്ലിം ആവും, അത് ഉറപ്പാണ്. ഇതിനകത്ത് ജ്യൂസ് മാത്രം കൊള്ളാം. പുള്ളിക്കാരി ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവൾ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് നേരം കിടന്നൊന്ന് ഉറങ്ങാൻ. നല്ല ക്ഷീണം. ഇനി എന്താ പരിപാടി? ഇനി ഒരു ചായ കുടിക്കാം കേട്ടോ. ഇവിടെ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലേ റൂമിൽ, അതുകൊണ്ട് താഴത്തെ ഫ്ലോറിലുണ്ട് കേട്ടോ. നമുക്ക് കോഫിയോ അല്ലെങ്കിൽ ഫുഡോ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കഴിക്കണമെങ്കിൽ -1 പോകണം. എന്ന് വെച്ചാൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറോ, ഇതിനും താഴെ ഭൂമിക്കടിയിൽ പോകണം കേട്ടോ ചായ കുടിക്കാൻ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ചായ കുടിക്കട്ടെ. ഞാനൊന്നും ചായയും ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ കഴിക്കുന്നത്. പക്ഷെ എൻ്റെ ആ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഇന്നലെ ഞാൻ സൂപ്പറിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. റിലീവർ പീരീഡിലെ 3rd ജോബാണ് കേട്ടോ ഇത്. പക്ഷേ ഇതിൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ആയിപ്പോയി ഫസ്റ്റിൽ. കഴിഞ്ഞ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ് കേട്ടോ, ഏജൻസിയുടെ ഹെൽപ്പോടെയാണോ നമ്മളിവിടെ റിലീവർ ഡ്യൂട്ടി ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലൈവ് പോയപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വന്നു. അത് ഇവിടെ വരാത്ത ആളാണെന്ന് തോന്നുന്നു, ഇങ്ങോട്ട് വരാനിരിക്കുന്ന ഒരാളുടെ ക്വസ്റ്റ്യനായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവിടെ വന്നവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒന്നും കൂടി പറയാം. വീണ്ടും കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടെന്ന് മനസ്സിലായി കമൻസ് ഒക്കെ കണ്ടപ്പോൾ. കെയർ ഗിവർമാരുടെ ആ ഒരു ജേണിയിൽ 4.3 അഥവാ 4 വർഷവും 3 മാസവും ആയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടെർമിനേഷൻ കിട്ടുകയോ
അല്ലെങ്കിൽ നമ്മൾ ആ ജോബ് റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറിനെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് റിലീവർ പീരീഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ റിലീവർ ഡ്യൂട്ടി ചെയ്യണം. നമ്മൾ നാട്ടിൽ പോകുന്ന ആൾക്കാർക്ക് പകരക്കാരായി ജോലി ചെയ്യണം. അത് ഉറപ്പായിട്ട് ഒരു 1 ഇയറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏജൻസി മുഖേനയാണ് ചെയ്യുന്നത്. ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്യണം ആ ജോബൊക്കെ. ഇപ്പോൾ ഈ ജോബ് എൻ്റെ ഏജൻസി തന്നതാണ്. റിലീവർ പീരീഡിലെ ഫസ്റ്റ് ജോബ് സെക്കൻഡ് ജോബ് ഞാൻ തനിയെ കണ്ടെത്തിയതാണ്. പക്ഷേ ഈ 3rd ജോബ് എനിക്ക് എൻ്റെ ഏജൻസി നൽകിയതാണ്. അവരിങ്ങോട്ട് വിളിച്ചു. അവർക്കറിയാമല്ലോ നമ്മുടെ ഒരു എത്ര മാസം ആവുന്നുണ്ട്, എത്ര മന്ത് നമ്മൾ പിന്നിട്ടു എന്നൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അവരെന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് ഈ ജോബ് വന്നത്. ഇത് നല്ല ജോബാണ്. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ 4.5 വർഷം ചെയ്ത ജോലിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റിലീവർ പീരീഡ് എത്തിയപ്പോഴാണ് എനിക്ക് നല്ല നല്ല ജോബൊക്കെ എനിക്ക് കിട്ടുന്നത് കേട്ടോ. എല്ലാം ഇത്രയും നല്ല ഫാമിലി, ഇത്രയും നല്ല ജോബൊക്കെ ഉണ്ടോ ഞാനിപ്പോഴും അറിയുന്നത്. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ 1 ഇയർ എന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ മാസം തൊട്ടേ ഇവർ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഫാമിലിയിൽ തന്നെ. അപ്പോൾ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പം അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് കോൺടാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒക്കെ എംപ്ലോയർ വീട്ടിൽ തന്നെ ആയിരുന്നു. ഒരു 3 ഡേയ്സ് ആയിട്ടുള്ള പുള്ളിക്കാരി ഇപ്പോൾ ഹോസ്പിറ്റലിലായിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. പിന്നെ കെയർ ഗീവറായിട്ട് ഇരിക്കുന്ന ആ കുട്ടിക്കും നാട്ടിൽ പോകണം. ഞാൻ 2 വർഷം കൊണ്ടായി പുള്ളിക്കാരി നാട്ടിൽ പോയിട്ട്. അന്നേരം 3 മക്കളുണ്ട്. അവരെ കാണാൻ വേണ്ടി ഇങ്ങനെ ത്രില്ലടിച്ചിരിക്കും. അപ്പം ഒരു റിലീവറിനെ സെറ്റാക്കി എടുക്കാമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ചിലർ സമയമാകുമ്പോൾ കാല് മാറുന്നവരുണ്ട്. കൂടുതൽ സാലറിയൊക്കെ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഒരിടത്ത് ഏറ്റിട്ട് അതിൽ നിന്ന് പിന്മാറുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും 4.5 വർഷം ജോലി ചെയ്താന്നല്ലോ. ഞാനും നാട്ടിൽ പോകുമ്പോൾ ഞാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഒരു തവണ നാട്ടിൽ പോകുമ്പോൾ തലേ ദിവസമാണ് റിലീവർ പറഞ്ഞത് വരത്തില്ലെന്ന്. അപ്പോൾ ഉണ്ടായ ആ ഒരു ഷോക്ക് അത് നമുക്ക് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആ ഒരു സമയം, ഒരു ദിവസം കൊണ്ടൊക്കെ ഞാൻ റിലീവറിനെ സെറ്റാക്കിയിട്ട് നാട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത് കേട്ടോ, ആ കുട്ടിയിൽ കൂടി കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഫ്രീ ടൈം ഒരുപാട് കിട്ടുന്നുണ്ട്. നമുക്ക് 8 hours ഡ്യൂട്ടി ചെയ്താൽ മതി. മറ്റേത് 24 hours അവിടെ തന്നെ ഇരിക്കണമല്ലോ. നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് കേട്ടോ. ഫാമിലി പറഞ്ഞ് നീ അത് കഴിഞ്ഞിട്ട് എവിടെ വേണമെങ്കിൽ കറങ്ങാൻ പോവോ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏജൻസി വഴിയാണോ റിലീവർ ഡ്യൂട്ടി ചെയ്യുന്നതെന്ന്. ഉറപ്പായിട്ട് നമ്മൾ ഏജൻസി വഴിയാണ് 1 ഇയർ ഡ്യൂട്ടി ചെയ്യുന്നത്. അതിനുശേഷം ചെയ്യണമെങ്കിൽ ഇല്ലീഗലായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് വിസ കിട്ടില്ല. നമ്മൾ വിസ അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അവിടെ വിസ ഇല്ലാതെ നിന്ന് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് വിസ വേണമെങ്കിൽ നമ്മൾ ഈ 4.3 മുതൽ 5.3 വരെ 1 ഇയർ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഏജൻസിയുടെ സപ്പോർട്ടോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും സ്പെഷ്യൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് റെഗുലർ ജോബ് ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ നിയമവശങ്ങൾ. പറഞ്ഞു വരുമ്പോൾ അങ്ങ് കാട് കയറി പോവില്ലേ, വിഷയത്തിൽ നിന്ന് അങ്ങ് മാറിപ്പോവുക. അതെൻ്റെ കുഴപ്പമല്ല കേട്ടോ, നിങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ എന്തിനും ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നേ, അതുകൊണ്ടല്ലേ. ഓക്കെ, ഞാൻ വെറുതെ പറഞ്ഞു കേട്ടോ. ഡൗട്ടൊക്കെ ഉള്ളതൊക്കെ ചോദിക്കാം എല്ലാവർക്കും. പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. അറിയാത്ത കാര്യങ്ങൾ ഞാൻ മിണ്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ലാസ്റ്റ് വീഡിയോയ്ക്കൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും കമൻസ് ഒക്കെ ഇട്ടുണ്ട്. കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അതിന് റിപ്ലൈ പറ്റുന്നതൊക്കെ തരുന്നുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജോലിയുടെ ഇടയ്ക്കാണ് ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. എല്ലാ വീഡിയോ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് ശബാത്ത് ദിവസമായി പോകട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും. ശബാത്തിനെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുന്നു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എനിവേ, അപ്പോൾ വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.